കേരളത്തിൽ അതികഠിനമായ മഴ, നമുക്ക് ലഭിക്കേണ്ട മഴ അത്രയും ലഭിച്ചില്ല. പക്ഷേ ചുരുങ്ങിയ ദിവസം കൊണ്ട് അതികഠിനമായ മഴ പെയ്ത് കേരളം മുഴുവൻ വെള്ളത്തിലായി. കോട്ടയം ജില്ലകളിൽ, റാന്നി, പത്തനംതിട്ട ജില്ലകളിൽ, ആലപ്പുഴ ജില്ലയിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇറങ്ങിപ്പോകുന്നില്ല. പല സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. 2018 കാലഘട്ടത്തിലെ വെള്ളം നമ്മൾ കണ്ടു. അന്ന് വന്ന വെള്ളത്തിൻ്റെ ഉയർച്ച ഓരോ വീടുകളിൽ കയറിയ വെള്ളത്തിന് അവർ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതേ മാർക്ക് ചെയ്ത സ്ഥലത്തെക്കാട്ടിലും മുകളിലോട്ട് ഈ തുണത്തെ വെള്ളം ഉയർന്നു പൊങ്ങി. പല ആൾക്കാർക്കും വീട്ടിലോട്ട് പ്രവേശിക്കാൻ കഴിയുന്നില്ല. വെള്ളം ഇറങ്ങിയെങ്കിലും വെള്ളം പതുക്കെ പതുക്കെ ഇറങ്ങുന്നുള്ളൂ. വീടുകളിൽ വെള്ളം ഇറങ്ങിയവരുടെ വീടിൻ്റെ മുറ്റത്ത് അല്ല പറമ്പിൽ വെള്ളം തളം കെട്ടിക്കിടക്കുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിനെക്കാട്ടിൽ കൂടുതൽ വെള്ളം ചുരുങ്ങിയ ദിവസം കൊണ്ട് കേരളം മുഴുവൻ നമ്മൾ കണ്ടു. ആ വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതിശക്തമായ ഒഴുക്ക്, ഏകദേശം 27ഓളം ആൾക്കാരും മരണപ്പെട്ടു. 6-7 പേരെ കാണാതെ പോയി. പലർക്കും പരിക്കേറ്റു. റാന്നിയിലും പാലായിലും കോട്ടയത്തും കുട്ടനാട്ടും വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കുറേശ്ശെ ഇറങ്ങുന്നുള്ളൂ. എന്താണ് വെള്ളം ഇങ്ങനെ സ്ലോയിൽ ഇറങ്ങിപ്പോകാൻ കാരണം? ഇത് നമ്മൾ തന്നെ വരുത്തി വെച്ചത് തന്നെയാണ്. കേരളത്തിലെ ഈ ഒരു പ്രതിഭാസം നിൽക്കുമ്പോൾ യൂറോപ്പും US ചൂട് കൂടി. ശൈത്യമേഖലകളായ യൂറോപ്പിലെ ചൂട് ഇതുവരെ രേഖപ്പെടുത്താത്ത കൂടുതൽ അവിടെ ചൂട് രേഖപ്പെടുത്തി. 43 ഡിഗ്രി വരെ രേഖപ്പെടുത്തി. അതുതന്നെയല്ല, ഡെൻമാർക്ക്, പോളണ്ട്, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിനിലെല്ലായിടത്തും കാട്ടുതീ ഉണ്ടായി. ലക്ഷക്കണക്കിന് ഏക്കറുകൾ ചൂട് പിടിച്ച് കത്തുന്ന നമ്മൾ കണ്ടു. കാട്ടുതീ. 4,35,000 ഏക്കർ സ്ഥലം കത്തി നശിച്ചെന്നാണ് ഇതുവരെ വന്ന വാർത്തകൾ. US കടുത്ത വരൾച്ച ഉണ്ടായി. അവിടെ 43 ഡിഗ്രിയിലൊക്കെ ചൂടെത്തിക്കഴിഞ്ഞു. പസഫിക് സമുദ്രത്തിൽ സാധാരണയായി കൂടുതൽ ചൂട് പിടിച്ചു അവിടെ എൽനിനോ പ്രതിഭാസം ഉണ്ടാകുന്നു. ആ ഉഷ്ണം കൊടുങ്കാറ്റായി മാറുകയാണ്. സമുദ്രം ഉപരിതലം ചൂട് പിടിച്ച് അത് ആവിയായി പൊങ്ങി ആ ചൂടുകാറ്റ് ആണ് എൽനിനോ എന്ന് നമ്മൾ പറയുന്നത്. അത് കരയിലോട്ട് അടിച്ചു. യൂറോപ്പിലെ മുഴുവൻ അടിച്ചു. യൂറോപ്പിൽ, ഫ്രാൻസിലെ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിച്ച് ചൂട് കൂടിയിട്ട് കാലാവസ്ഥകൾ പൊതുവെ മാറിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ മാത്രമല്ല, അമേരിക്കയിലെ പല ഭാഗത്തും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ത്യയിലും ആ വരൾച്ചയൊക്കെ വന്നു. പക്ഷേ കേരളം പസഫിക്കിൽ നിന്ന് ചൂടുകാറ്റ് ഉയർന്നു പോകുമ്പം നമുക്ക് അറേബ്യൻ കടലിൻ്റെ തീരത്തുള്ള കേരളത്തിലും പരിസരത്തും അതികഠിനമായ മഴയാണ്. അതുതന്നെയല്ല, നമ്മൾ മറ്റൊരു പ്രതിഭാസം കൂടെ കാണുന്നുണ്ട്. അടുത്ത കാലത്ത് കൂടെ എർത്ത്ക്വേക്കുകൾ, ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നു. ജപ്പാനിലെ 7.1 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ ആഴ്ചയിലെ ഭൂമി കുലുക്കം. അതുപോലെ റഷ്യയുടെ പ്രാന്തപ്രദേശത്തും ഇറാനിലും ഇറാഖിലുമൊക്കെ ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ടു. കാലാവസ്ഥകൾ പൊതുവെ മാറുന്നതോടൊപ്പം ഭൂമിയുടെ അന്തർഭാഗത്ത് എന്തോ സംഭവിക്കുന്ന പോലെ തോന്നുന്നു. എർത്ത്ക്വേക്കുകൾ സർവ്വസാധാരണമായി. പ്രകൃതി ധാരാളം മാറ്റം ഉണ്ടാകുന്നു. കേരളത്തിലെ ജനങ്ങൾ അവരവരുടെ വസതികളിലും അവരവരുടെ കോമ്പൗണ്ടുകളിലും അവരുടെ കൃഷിസ്ഥലത്തുമൊക്കെ വൻ നാശനഷ്ടം ഈ അതിരൂക്ഷമായ മഴ മൂലം ഉണ്ടായി. പക്ഷേ എന്തുകൊണ്ട് വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല? വെള്ളം കെട്ടിക്കിടക്കുന്നത് നമുക്ക് വലിയ ദൂഷ്യം ഉണ്ടാവും. കാരണം വെള്ളം വളരെ പതുക്കെ പോകുമ്പം മാറാ രോഗങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവും. പല പല രോഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. കേരളത്തിലുള്ള മുഴുവൻ വേസ്റ്റുകളും ഈ മഴയത്തെ ഇളകി അവരവരുടെ വീടിൻ്റെ പരിസരത്തുമൊക്കെ വന്ന് കയറി കിടക്കുകയാണ്. ഇതൊക്കെ മാരകമായ രോഗങ്ങളിലേക്ക് മനുഷ്യനെത്തും. അതുകൊണ്ട് ജനങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. വെള്ളം എങ്ങനെയെങ്കിലും അവരുടെ കോമ്പൗണ്ടിൽ നിന്ന് വെളിയിലിറക്കി അവിടെ പരിസരം വൃത്തിയാക്കുക. രണ്ടാമത്, ഈ വെള്ളം പോകാതിരിക്കാനുള്ള കാരണങ്ങൾ പലതാണ് പറയുന്നത്. നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്. മിക്കവാറും വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ അവിടുത്തെ വീതി കുറച്ച്, ആ ചാലുകളൊക്കെ വീതി കുറച്ച് വിട്ടുകൊണ്ട് വെള്ളം നമ്മുടെ കരയിലോട്ട് കയറി നമ്മുടെ പറമ്പിലൊക്കെ കെട്ടിക്കിടക്കും. വെള്ളം ഇറങ്ങിപ്പോകുന്നത് പതുക്കെ സ്ലോയിലാണ്.
അതുകൊണ്ട് പഴയ പോലെ അത്ര ഫാസ്റ്റായിട്ട് വെള്ളം ഇറങ്ങിപ്പോവില്ല. പക്ഷേ കാലാവസ്ഥയിലെ ഈ മാറ്റം അത് തുടർച്ചയായിട്ട് ഉണ്ടാവും. 2-3 വർഷത്തിനിടയ്ക്കെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വളരെയധികം പ്രകൃതിയെ സ്നേഹിക്കണം. കാരണം നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ് ഈ വെള്ളം കെട്ടലിൻ്റെ കാരണം. അതുകൊണ്ട് വെള്ളത്തിന് പോകാനുള്ള സൗകര്യം വേനൽക്കാലത്ത് നമ്മൾ സൃഷ്ടിക്കണം. അതുപോലെ തന്നെ ചാനലുകളും അതുപോലെ കൾവർട്ടുകളും അവിടുത്തെ എല്ലാം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തുറന്നു വിടാനുണ്ടാകണം. വെള്ളം ഫാസ്റ്റായിട്ട് ഒഴുകി പോട്ടെ, കെട്ടിക്കിടക്കാതെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതരോടൊപ്പം നമ്മളും എല്ലാവരും ചേർന്ന്, പൊതുജനങ്ങൾ കേരളത്തിലെ മുഴുവൻ ചേർന്നിട്ട് വേണം ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കാൻ. മാരകമായ രോഗങ്ങളിലെ ഒരു വരവിൻ്റെ ദർശനമായിട്ടാണ് ഈ വെള്ളക്കെട്ടിനെ ഞാൻ കാണുന്നത്.